കാൽനൂറ്റാണ്ടായി റോഷി അഗസ്റ്റിനെ പിന്തുണയ്ക്കുന്ന മണ്ഡലമാണ് ഇടുക്കി മണ്ഡലം. ഇത്തവണ മത്സരരംഗത്തിറങ്ങുമ്പോൾ എങ്ങനെയുണ്ട് വിജയപ്രതീക്ഷ? വളരെ സന്തോഷകരമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെ. ചെല്ലുന്ന സ്ഥലങ്ങളിൽ ഒരു ഉത്സവ പ്രതീതി. ഇപ്പൊ ഞാൻ നിൽക്കുന്ന കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ഈ റോഡിന്റെ നിർമ്മാണം നടക്കുന്ന കണ്ട് ആനന്ദിക്കുന്ന സന്തോഷിക്കുന്ന ജനങ്ങൾ. അങ്ങനെ ഏത് സ്ഥലത്ത് ചെന്നാലും ഒരു നാടിന്റെ വികസനത്തിൽ എത്രത്തോളം പങ്കാളിത്തം വഹിക്കാൻ കഴിഞ്ഞോ അത് പൂർണ്ണമാക്കാൻ കഴിഞ്ഞു എന്നുള്ള സംതൃപ്തിയോടുകൂടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജനങ്ങളുടെ വികാരവും അവരുടെ മനസ്സും ഉത്കടമായ ആഗ്രഹവും എല്ലാം എൻ്റെ മനസ്സിൽ വലിയ സന്തോഷം നൽകുന്നു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പാണ് എനിക്ക് കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പിനെ ഏറ്റവും കൂടുതൽ ലക്ഷ്യം പറഞ്ഞത്. സീറ്റ് വിവാദം പല സ്ഥലങ്ങളിലും ഉണ്ടാകാറുണ്ട് സ്ഥാനാർത്ഥിയായി, പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ഇടുക്കിയിൽ ഉയർന്ന പേര് റോഷി അഗസ്റ്റിന്റെ പേരാണ്. ഇവിടെ ഉള്ളൊരു ആത്മബന്ധമാണ്. കഴിഞ്ഞ 25 വർഷം അത് പറ്റാത്ത ഉറവിടമായ ഒരു സ്നേഹബന്ധത്തിന്റെ ആത്മബന്ധത്തിന്റെയും കഥയാണ് ഉള്ളത്. ഞാൻ 2001 വരുന്ന സന്ദർഭത്തിലും മത്സരിക്കുമ്പോഴും ഈ നാട്ടിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഇപ്പൊ നമ്മൾ ഈ പറയപ്പെടുന്ന ഈ റോഡിന്റെ ഭാഗം അപ്പൊ പഴയകണ്ടത്തുനിന്ന് കഞ്ഞിക്കുഴി പഴയക്കണ്ടം വന്നിട്ട് വെൺമണിക്ക് പോകുന്ന റൂട്ടില് റോഡേ ഇല്ല. അന്നൊരു പരിഹരണ പരിപാടി വന്ന വോട്ട് മേടിക്കാൻ മണക്കത്തിന് ഒരു ദിവസത്തെ യാത്രയാണ്. അത്രമേൽ ബുദ്ധിമുട്ടായിരുന്ന ഒരു പ്രദേശത്തോടെ ഈസിയായി വാഹനങ്ങൾ ഓടുന്നതെന്ന് മാത്രമല്ല ഇപ്പം നിലവാരമുള്ള റോഡുകൾ. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ പറഞ്ഞു, ഇടുക്കിയിലെ ജനങ്ങൾ 25 വർഷമായിട്ട് എന്നെ ഉള്ളം കയ്യിൽ സംരക്ഷിച്ചിരിക്കുക. ഞാൻ അവരെ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുക. ആ ഹൃദയം എടുത്തിരിക്കുക. അത് ഈ നാടിൻ്റെ വികസന കുതിപ്പാണ്. അതൊന്നും തകർക്കാൻ പറ്റിയായിരുന്നു. അങ്ങനെയൊക്കെയല്ലേ ഒരു നാടിൻ്റെ വികസന കാര്യത്തിൽ ജനങ്ങളുടെ പിന്തുണയും പിൻബലവും. കക്ഷിയും രാഷ്ട്രീയമൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊക്കെ നാടിന്റെ വികസനത്തിനാണെന്ന് വിശ്വസിക്കുന്നത് സാധാരണക്കാരെ നന്മ നിറഞ്ഞ ആൾക്കാരുടെ വലിയ വികാരമാണ് ഇടുക്കിക്കാർ. ആ ഇടുക്കിയിലെ ജനങ്ങളുടെ വികാരവും അവരുടെ സ്നേഹവും ലാളിത്യവും ആവോളം അനുഭവിച്ച എനിക്ക് അവരെ വിശ്വാസക്കുറവില്ലെന്ന് മാത്രമല്ല, അവരാണ് എൻ്റെ രക്ഷകൻ. അതിനുവേണ്ടിയാണ് ഈ നില ഞാൻ സ്വീകരിക്കുകയും അവരുമൊത്ത് ഒരുമിച്ച് പ്രവർത്തിക്കുകയും അതിൽ സന്തുഷ്ടയോടെ മുന്നോട്ട് പോവുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിലവിലെ ഈ മണ്ഡലത്തിൽ അങ്ങ് സുപരിചിതനാണ്, ആളുകൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇത്തവണയും മത്സരിക്കുമ്പോൾ ഈ പ്രചരണ രംഗങ്ങളിൽ ആളുകൾ എന്താണ് ആവശ്യം ചോദിക്കുന്നത്? പുതിയതായിട്ടൊരു ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. സാധാരണ ഇതിൽ പ്രചരണ വാഹനത്തിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ധാരാളം നിവേദനങ്ങൾ കിട്ടാം. അവരുടെ ആവശ്യങ്ങൾ ഇപ്പൊ തന്നെ ഓരോരുത്തരും യാത്ര ചെയ്യുമ്പോൾ കാണാം, മൺ റോഡില്ല, എല്ലാ പ്രദേശവും ടാറിട്ട റോഡുകളാണ്. അടിസ്ഥാന വികസനമാണല്ലോ ഒരു നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗതാഗതയോഗ്യമായ റോഡുകൾ. അത് ചെറുതും വലുതുമായ ധാരാളം റോഡുകൾ. ഇപ്പൊ ഇടുക്കിയിലാണ് മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് കോളേജ്, IHRD കോളേജ്, കട്ടപ്പന വന്ന ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഏത് നിലവാരത്തിലെത്തിയിരിക്കുന്നു. 10 ഇന്റർനാഷണൽ ലെവലിലുള്ള ITIയിലുള്ള ഒന്ന് കട്ടപ്പനയാണ്. ഇപ്പൊ കഞ്ഞിക്കുഴി ITIക്ക് ഇപ്പൊ നവാഡിലേക്ക് RIDFലേക്ക് 29 കോടിയുടെ പ്രപ്പോസലാണ് പോയിരിക്കുന്നത്. 3-4 കോടിയുടെ കെട്ടിടം പാടുന്നു കഞ്ഞിക്കുഴി ITI. ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ. ടൂറിസം രംഗത്ത് ഇറിഗേഷൻ മ്യൂസിയം 25 ഏക്കർ സ്ഥലത്താണ് 265 കോടി രൂപ ചെലവിലാണ് ഇടുക്കിയിലെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന കാര്യങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. നല്ല തിയേറ്റർ കോംപ്ലക്സ്, മൾട്ടിപ്ലക്സ് തിയേറ്റർ, ഫുഡ് പാർക്ക്, സാംസ്കാരിക മ്യൂസിയം, കുടിയേറ്റ സ്മാരകത്തിന്റെ ജൂബിലിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള സ്മാരകങ്ങൾ, യാത്രി നിവാസ്, 12 ഡീലക്സ് റൂമുകളും 10 പേർക്ക് വീതമുള്ള 4 ഡോർമെറ്ററികൾ, എക്കോ ലോഡ്ജ്, ഇടുക്കി ആർച്ച് ഡാം, അതിൽ ലേസർ ഷോ. അങ്ങനെ ടൂറിസം രംഗത്താണെങ്കിലും വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ കഴിയുന്ന ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. കട്ടപ്പന ചെല്ലുമ്പോൾ കട്ടപ്പന എന്ന തുരങ്കപാത ഈ പഠിച്ചിട്ട് കൊണ്ടുവന്നിരിക്കല്ലേ. വയനാടൻ തുരങ്കപാത വന്നപ്പോൾ നടക്കില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും പ്രാബല്യത്തിൽ വന്നില്ലേ. അങ്ങനെ കേരളത്തിൽ ആരംഭിക്കുന്ന 2ാമത്തെ തുരങ്കപാത ഇടുക്കിയിലെ കട്ടപ്പനയിൽ നിന്ന് കമ്പത്തേക്ക് പോകുന്നു. ആ നിലയിലുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ഞങ്ങൾ മുന്നേറുക. എല്ലാവരുടെയും സഹകരണം, കക്ഷി രാഷ്ട്രീയ ജാതിമത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ സാഹോദര്യത്തിന്റെ ഒരു വലിയ കൂട്ടായ്മയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പരിപാടിയിൽ കാണാൻ കഴിയുന്നത്. എല്ലാ വീടുകളും കുടിവെള്ളം. ഇടുക്കിയിൽ ഇങ്ങനെ വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തികളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇടുക്കി ഡാമിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. അവിടെ ഫ്ലോട്ടിംഗ് പമ്പ് സെറ്റ്, വെള്ളം കുറഞ്ഞ താഴെ പോയി വെള്ളം വലിക്കും, വെള്ളം കൂടിയ മോളി വന്ന് വെള്ളം. ഈ നിയോജക മണ്ഡലത്തിലായിട്ട് 880 കോടി രൂപയുടെ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തത്. ഇടുക്കി ചെല്ലുമ്പോൾ കാണാം, അതിന്റെ പ്ലാന്റ് ഒന്ന് പോയി കാണേണ്ടതല്ലേ. 35 ദശലക്ഷം ലിറ്റർ വെള്ളമാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. അവിടെ നിന്നാണ് ഈ പൈപ്പ് ലൈനിൽ കൂടെ വെള്ളം ഈ വീടുകളിലേക്ക് എത്തുന്നത്. അപ്പൊ അങ്ങനെ എല്ലാ കുടുംബങ്ങളിലും ശുദ്ധജലം എത്തുന്ന ബൃഹത്തായ പദ്ധതി. ഏറെ 4-5 മാസം കൊണ്ട് തീരുമല്ലോ.
ടാങ്കിന്റെ പ്രവർത്തനം തീർന്നു, പ്ലാന്റ് തീർന്നു, ലൈൻ വലിച്ചതിന്റെ പൂർണ്ണമാകാറായി. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വരുത്തുന്ന അസാധാരണമായ മാറ്റങ്ങളാണ്. അതൊക്കെ സന്തുഷ്ടമുള്ള ജനങ്ങളെ കാണുമ്പോൾ എനിക്ക് സന്തോഷിക്കാതിരിക്കേണ്ട കാര്യമുണ്ടോ? ഇതാണ് ആത്മാഭിമാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് മനസ്സിൽ. ജനങ്ങളുടെ മുമ്പിൽ എന്നും എക്കാലത്ത് ഒരുപാട് നിൽക്കാനും കേൾക്കാനും പറയാനും സഹകരിക്കാനും ഒക്കെയുള്ള അവസരങ്ങളെ ഒന്ന് പുതുക്കുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ. അതിന് അവർ വലിയ തോതിലാണ് സന്തുഷ്ടത പ്രകടിപ്പിക്കുന്നത്. ആ സന്തോഷവും ആ നിർവൃതിയും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള സന്തോഷം ഉണ്ടായിരുന്നു. ഇത്തവണ ഈ മന്ത്രി എന്ന സ്ഥാനത്ത് നിന്ന് മത്സരിക്കുമ്പോൾ കൂടെ UDF ഇടുക്കി മണ്ഡലം തങ്ങളുടെ പാളയത്തിലെത്തിക്കാൻ ഈ മുതിർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനയാണ് റോയ് കെ പോലീസിനാണ് കളത്തിൽ ഇറക്കിയിരിക്കുന്നത് എന്ന് തോന്നുന്നു. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇതിന് പറയുന്നില്ലല്ലോ. സംഘടനാ രാഷ്ട്രീയ രംഗത്തൊക്കെ ഞാൻ പ്രകാരമായി പ്രവർത്തിക്കുന്നു. വിദ്യാർത്ഥി സംഘടനാ രാഷ്ട്രീയ രംഗത്ത് വന്ന കാലം മുതലുള്ള പ്രവർത്തന പരിചയവും അതിലൂടെ ലഭിച്ച ശക്തിയും എല്ലാം ഇടുക്കി വന്ന് ജനപ്രതിനിധിയായി കക്ഷിയോ രാഷ്ട്രീയത്തിനപ്പുറത്തോട്ട് ഒരു ബന്ധം. അതാണ് തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ രാഷ്ട്രീയം പറയും. തെരഞ്ഞെടുപ്പിന് ശേഷം എൻ്റെ അടുത്ത് വന്ന ഒരാളോട് പോലും രാഷ്ട്രീയ പാർട്ടിയോ ഇതര കാര്യങ്ങളോ ഒന്നും അന്വേഷിക്കാറില്ല. ഏവരുടെയും കാര്യത്തിൽ സജീവമായി ചെയ്തു കൊടുക്കാൻ ഇന്നും ആരും എടുത്തിട്ട് പറയും. എനിക്കറിയാം, വിളിപ്പാട് അകലെയുണ്ട്. ഏതൊരു കാര്യമുണ്ടോ ഇങ്ങ് വിളിച്ചിട്ടില്ല തിരിച്ചു വിളിക്കും. അങ്ങനെയുള്ള അടുത്ത ബന്ധം സ്ഥാപിച്ച് ഇത്രയും വർഷക്കാലത്തെ ബന്ധങ്ങൾ അത് നിസ്സാരമാണെന്ന് എനിക്കൊരിക്കലും വിചാരിക്കാൻ പറ്റിയല്ല. നേരിട്ടാണെന്ന് ഞാൻ പേരെടുത്ത് വിളിക്കാൻ അറിയില്ലാത്തത്. അവരാരും എന്നെ വിളിക്കാതിരുന്നിട്ടുള്ളത്. ആ ബന്ധങ്ങളെല്ലാം പ്രധാനപ്പെട്ട. ആവശ്യ സമയത്ത് ഒരാൾക്കൊരു കാര്യം ഉണ്ടാകുക, അവരുടെ കാര്യത്തിൽ ഇടപെടുക, സഹായിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായി തൃപ്തിയോടുകൂടി സഹായിക്കാൻ കഴിയുക എന്നുള്ള നിർവൃതി ഉണ്ടാകുക, അതൊക്കെ എനിക്ക് ആവോളമുണ്ട്. അതുകൊണ്ട് എനിക്ക് കാര്യത്തിലൊന്നും ഒരു ആശങ്കയില്ല. സന്തോഷകരമായ ഒരു അനുഭൂതി മാത്രമേ ഉള്ളൂ. നിലവിൽ അവർ ഉന്നയിക്കുന്ന ഒരു കാര്യങ്ങൾ ആരോപണം ഈ നിലവിലെ ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങളും കട്ടപ്പന ഷോപ്പ് സൈറ്റുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അവർ ആയുധമായി ഉപയോഗിക്കുന്നത്. അതാണ് ഏറ്റവും നല്ലത്. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട കാലഘട്ടത്തിൽ അത് തന്നെ ആരോപണമായിട്ട് ഉന്നയിക്കുമ്പോഴാണല്ലോ അതിന് പ്രാധാന്യം ലഭിക്കുന്നത്. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമാക്കിയത് നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. ഇവിടെ നിർമ്മിച്ച ഈ നിർമ്മിതികൾ കോടതി തന്നെ കണ്ടെത്തി. പട്ടയം പരിശോധിച്ചപ്പോൾ പട്ടയത്തിൽ പറയാത്തതായ കാര്യങ്ങൾ നിർമ്മിച്ചു. അത് നിയമവിരുദ്ധമെന്ന് കണ്ടെത്തി. അതിനെ മറികടക്കാൻ നിയമനിർമ്മാണം നടത്തിയ ഗവൺമെൻറ്റാണ്. അവർക്ക് അതിൽ സംശയമില്ലല്ലോ. അത് റെഗുലറൈസ് ചെയ്തു. പിന്നെയുള്ള വിഷയം എന്തായിരുന്നു? പുതിയ കെട്ടിടം പണിയുന്നതിന് പെർമിഷൻ ഇല്ല. പെർമിഷൻ കൊടുത്ത് ഗവൺമെന്റ് വിജ്ഞാപനം ഇറക്കി. ആ വിജ്ഞാപനത്തിന്റെ കോപ്പി സർവ്വസാധാരണമല്ലേ? ഇന്ന് ആർക്കും വെബ്സൈറ്റിൽ നിന്ന് എടുക്കാമല്ലോ. അതിലൂടെ നിർമ്മാണ നിരോധനം മാറി. ഇനി എന്താണ് ആക്ഷേപം എന്ന് എനിക്കറിയുന്നില്ല. ഷോപ്പ് സൈറ്റുകളുടെ പട്ടയം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൽ നിന്ന് നമുക്ക് വിട്ടുതന്ന 28,855 ഹെക്ടർ ഭൂമിയുടെ ഭാഗമായിട്ടാണ് ഈ കട്ടപ്പനയിലെ ഷോപ്പ് സൈറ്റും കാര്യങ്ങളും ഉള്ളത്. അപ്പൊ ആ ഷോപ്പിന്റെ വലിപ്പത്തെ സംബന്ധിച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നിവേദിത പി ഖരൻ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇറക്കിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സ്മോൾ ഷോപ്പ് എന്നെഴുതി. 1500 ചതുരശ്രടി കൂടുതലുണ്ടെങ്കിൽ പട്ടയം കൊടുക്കാൻ ബുദ്ധിമുട്ട് വന്നു. അത് ഗവൺമെന്റിന് മനസ്സിലാക്കാനുള്ള മന്ത്രിസഭാ യോഗം വെച്ച് 1500 എന്നുള്ള എടുത്തു കളഞ്ഞു. ഏത് വലിപ്പമുള്ള ഷോപ്പിനും പട്ടയം കൊടുക്കാം. അപ്പൊ അത് ഈ ലിമിറ്റിൽ പെട്ടതായതുകൊണ്ട് പട്ടയ അപേക്ഷ മേടിച്ച് അളന്നു തിരിച്ച കെട്ടിടങ്ങളും സ്ഥലത്തിനും പട്ടയം കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്ഥിരീകരിക്കാൻ ഡയറക്ഷൻ കൊടുത്തതിന്റെ കോപ്പി ഇന്ന് എവിടെയും കിട്ടുന്നേ. അതിന്റെ എല്ലാം കൃത്യമായ ഉത്തരവുണ്ട്. ഇവരവകാശം വെച്ച് ചോദിക്കാൻ പറ്റും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊന്നും ഇല്ല എന്ന് പറയുന്നത് ഈ നാടിനോടുള്ള പൂർവ്വ പ്രതിബദ്ധതയാണോ? പട്ടയം കൊടുക്കുമ്പം വിട്ടു നിൽക്കുക. ഒരാൾക്ക് പട്ടയം കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കല്ല വേണ്ടത്. ആ ഒരു മാനസികാവസ്ഥ പോലും ഇല്ലാതിരിക്കുന്നു എന്നുള്ളത് എന്നെ ഏറെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മറ്റൊരു UDFന്റെ ഭാഗമായ സമയത്തും LDF ഗവൺമെന്റ് പട്ടയം നടത്തിയിട്ടുണ്ട്. ഞാൻ ആ പട്ടയം വിളി പങ്കെടുത്തിട്ടുണ്ട്. അത് ഏത് ഗവൺമെന്റും ഇവിടുത്തെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നവരെ ശ്രമിച്ചിട്ടുണ്ട്. അവർ ആക്ഷേപം ഞാൻ ഉന്നയിച്ചിട്ടില്ല. ഇപ്പൊ അത് പരിഹരിക്കാൻ പറ്റിയെന്നുള്ള സന്തോഷം. അത് കഴിഞ്ഞ കാല ഗവൺമെന്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടൊന്നുമല്ല, പരിശ്രമമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞില്ല. അവരാരും അത് ഒരു തെറ്റായ ആ ഇൻഡിക്കേഷൻ ഞാൻ കാണുന്നില്ല. ഇപ്പോഴത്തെ പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വാത്തിക്കുടി, തോപ്രാങ്കുടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട വിഷയം ലാൻഡ് രജിസ്റ്റർ ലേലം എന്ന് എഴുതിയതുകൊണ്ട് പട്ടയം കിട്ടിയല്ല. എത്ര കാലമായിട്ടാ തോപ്രാങ്കുടി ഒരു പട്ടയാവകാശ സംരക്ഷണ സമിതി എക്കാലത്ത് തന്നെ ചീത്തയും വാട്സാപ്പിലും ഫേസ്ബുക്കിലും മോശമാക്കുമായിരുന്നു. ഞാൻ മറുപടി പറയാൻ പോയിട്ടില്ല. അതിന്റെ അവരുടെ വിഷമമാണ് ഞാൻ തിരിച്ചു പറഞ്ഞു. 14,000-ഓളം കുടുംബങ്ങൾക്ക് ലാൻഡ് രജിസ്റ്റർ ലേലം എന്ന് എഴുതിയിരിക്കുന്നുണ്ട് പട്ടയം കിട്ടുന്നില്ല. ലാൻഡ് രജിസ്റ്റർ ആണുള്ള ഒരു അടിസ്ഥാന ഡോക്യുമെന്റ് കൊടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് പറ്റുകയില്ല. ഞങ്ങളുടെ ലിസ്റ്റിലായി പരിശോധിച്ചു. 954 ദേവികുളം സബ് കളക്ടർ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട് ഈ വിട്ടുകിട്ടപ്പെട്ട ഭൂമിയുടെ ഭാഗമാണ് 1999 ഹെക്ടർ ഭൂമി. അവിടെയാണ് ഏലം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് എന്താ കൊടുത്ത ഡയറക്ഷൻ? ലാൻഡ് രജിസ്റ്ററിൽ എന്ത് തന്നെ രേഖപ്പെടുത്തിയാലും പ്രസ്തുത ഭൂമിയുടെ പരിധിയിലായതുകൊണ്ട് പട്ടയത്തിന് അപേക്ഷ എഴുതി പട്ടയം കൊടുക്കാൻ തീരുമാനമെടുക്കാൻ പറഞ്ഞു. അതിന്റെ കോപ്പിയും കിട്ടും. അതിനൊന്നും ഒരിടത്ത് പോകണ്ട. ഇതിനെല്ലാം വ്യക്തമായ ഉത്തരവുകൾ കൊടുത്തിട്ടുണ്ട്. അതിന് രേഖകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭൂപ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട കാലഘട്ടത്തിൽ പോലും
നീ ഭൂപ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞു വരുത്തുന്നത് ജനങ്ങൾ മനസ്സിലാക്കും. ഒരു ജനങ്ങൾക്ക് ഒരു ആശങ്ക ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല. ഓരോ വിഷയങ്ങളും പരിഹരിക്കപ്പെട്ട് അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സമയത്താണ് തെരഞ്ഞെടുപ്പ്. അല്ല, അപ്പൊ ഈ തവണയും മണ്ഡലത്തിൽ മികച്ച വിജയം തന്നെയായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും കഴിഞ്ഞ ഇന്നലകളിൽ കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷമാണ്. അത് നല്ല ആത്മവിശ്വാസമാണ്. ഞാൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിനേക്കാളും നല്ല ഭൂരിപക്ഷത്തിലായിരിക്കും പ്രാവശ്യം ജയിക്കുക. അതാണ് ജനങ്ങൾ ഞാനുമായിട്ടുള്ള ബന്ധം. ആരുടെ മുമ്പിൽ എന്താ വിഷയം പറയാനുള്ള കരുതലായ ഒരു വിഷയം ഞാൻ കേട്ടില്ല. നാട്ടിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ട വിഷയങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്തിയതുകൊണ്ട് വിഷയ ദാരിദ്ര്യം മാത്രമേ ഇപ്പം മുമ്പിലുള്ളൂ. സ്വാഭാവികമായും ജനങ്ങൾക്ക് സാധാരണക്കാരുടെ മുമ്പിൽ എന്താ ഇപ്പൊ സാധാരണക്കാരെ ആൾക്കാർ ഈ വർഷപ്പാറയിലും പഴയക്കണ്ടത്ത് പൊന്നെടുത്താലും ഈ മഴുപടിയിലും മയിലപ്പുഴയും പഴയക്കണ്ടത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് എന്താ വിഷയം? അവരുടെ വിഷയം എന്താ? സാമൂഹിക ക്ഷേമ പെൻഷൻ കിട്ടും. പെൻഷൻ പദ്ധതി ആരംഭിച്ചതിന് ശേഷം ആദ്യമല്ലേ കുടിശ്ശിക തീർത്ത് പെൻഷൻ കൊടുത്ത് അഡ്വാൻസോടെ കൊടുക്കുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ, ആശ അംഗൻവാടി വർക്കേഴ്സിന്റെ വേതന വർധനവ് 1000 രൂപ, പഠിക്കുന്ന കുട്ടികൾക്ക് സാമ്പത്തിക പിന്നോക്കമാണെങ്കിൽ ജോലിക്ക് വേണ്ടി പഠിക്കുമ്പോൾ 1000 രൂപ സ്റ്റൈഫൻഡ്, ADS കുടുംബശ്രീയിലൂടെയാണല്ലോ ഈ രാജ്യത്തെ ഏറ്റവും സുപ്രധാനപ്പെട്ട സ്ത്രീ മികവ് അല്ലെങ്കിൽ അവരുടെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നത്. അവരുടെ അനുദിന പ്രവർത്തനങ്ങൾക്ക് മാസം തോറും 1000 രൂപ. അങ്ങനെ എല്ലാ തലങ്ങളിലും എല്ലാവരെയും സംരക്ഷിച്ച് മുന്നോട്ട് വരുന്ന ഒരു ഗവൺമെന്റ് അതിൽ സംതൃപ്തിയില്ലാത്തവരാരും സാധാരണക്കാരും വീട്ടിൽ കൂടി ഇരിപ്പില്ല. അപ്പൊ അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും ഒരു ആശങ്ക ആർക്കും വേണ്ട. കോവിഡിന്റെ കാലഘട്ടത്തിൽ മുഴുവൻ ആൾക്കാരെ സംരക്ഷിച്ചില്ലേ? പട്ടിണി ഉണ്ടാകുമെന്ന് പരക്കെ സംസാരം ഉണ്ടായി. കടകമ്പോളങ്ങൾ അടച്ചു, വാഹനങ്ങൾ ഓടുന്നില്ല, തൊഴിലാളികൾ പുറത്തിറങ്ങുന്നില്ല, പണിക്ക് പോകാൻ പറ്റത്തില്ല. പട്ടിണി വരുമല്ലോ, പച്ചക്കറിയും പച്ചരി പോലും വരില്ല. അന്നെന്താ ഗവൺമെന്റ് എടുത്ത തീരുമാനം? APL BPL വ്യത്യാസത്തിൽ എല്ലാവർക്കും കൊണ്ടുപോയി ഭക്ഷ്യധാന്യങ്ങൾ കൊടുത്തു. പാവപ്പെട്ട ഒരു തൊഴിലാളിയുടെ കുടുംബത്തെ പോലും അന്തിക്കവന്റെ അടുപ്പിലെ തീ അണയാതെ അവരെ മാറോട് ചേർത്തൊരു സർക്കാരാണെന്ന് അന്നും ഇന്നും പറയുന്നില്ലേ? ആർക്കാ ആക്ഷേപം? പട്ടിണി ഉണ്ടായില്ലല്ലോ. പിന്നീട് കൊണ്ടുവന്ന് അതിദാരിദ്ര്യത്തെ മാറ്റാൻ വേണ്ടി അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം തീരുമാനിച്ചു. കഴിഞ്ഞ നവംബർ മാസം 1-ാം തീയതി കേരളപ്പിറവിയിൽ മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് പ്രഖ്യാപിച്ചു അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. നിങ്ങൾക്കറിയാമല്ലോ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് എവിടെയെങ്കിലും ഒരാളെ കിട്ടിയായിരുന്നെങ്കിൽ അതെല്ലാം ഇപ്പൊ വാർത്തകളിലും ചാനലിലും വരികയല്ലേ. അപ്പൊ അതിദാരിദ്ര്യം തുടച്ചു നീക്കിയില്ലേ? നമ്മുടെ സമൂഹത്തിന്റെ നേർക്കാഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടവും യഥാർത്ഥ വികസനം അതല്ലേ? ആ നിലയിൽ ഈ രാജ്യത്തെ പൊതുവെ സംരക്ഷിക്കുന്ന വലിയ മാറ്റങ്ങൾക്കിടയിലാണ് ഇടുക്കിയുടെ പൊതുവികസനവും ഇടുക്കിയിലെ ആൾക്കാരുടെ വിഷയങ്ങളിൽ പരിഹരിക്കാൻ കഴിഞ്ഞ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ഇടുക്കിയിൽ ഏതായാലും പൂർണ്ണ വികസനം യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇടുക്കി മണ്ഡലം ഇത്തവണയും തനിക്കൊപ്പമാണെന്ന ആത്മവിശ്വാസമാണ് റോഷി അഗസ്റ്റിനുള്ളത്. ഏതായാലും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.